ഹരി ഓം എവറി വൺ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കുന്നു. ആ, സുഖമാണല്ലോ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ കാര്യം അല്ലേ? സുഖമായിരുന്നാൽ മതി. ആർക്കാ സുഖം? ഈ സുഖിക്കുന്ന ആരാ? അയാൾ തന്നെയാണോ ഈ ദുഃഖിക്കുന്നതും? പ്രശ്നക്കാരൻ തന്നെയാണോ പരിഹാരവും? ആണോ? നമ്മുടെ രണ്ട് വശങ്ങളായില്ലേ? ഒന്ന് ഇരുണ്ട വശം, ഒന്ന് വെളുത്ത വശം. ഈ രണ്ട് വശങ്ങളുണ്ട്, സമസ്ത ജീവനുമുണ്ട്. ഒന്ന് ജഡം, ഒന്ന് ചൈതന്യം എന്ന് പറയും. വസ്തുക്കളെ കണ്ടിട്ട്, അതായത് കസേര, പിന്നെ ജഡവസ്തു എന്നല്ലേ വിളിക്കാറ്. അപ്പോൾ ഇതോ ജീവശരീരം അല്ലേ, ജീവിച്ചിരിക്കുന്നു. ഇതും തമ്മിൽ എന്താ ഭേദം? ഇത് ചലിക്കുന്നു, വളരുന്നു എന്നൊക്കെയല്ലേ ബയോളജി പറയുന്നത്. സൂക്ഷ്മത്തിൽ നോക്കിയാലോ, ക്വാണ്ടം ഫിസിക്സിൻ്റെ രീതി നോക്കിയാലോ, എന്താ ക്വാണ്ടം? കണങ്ങൾ അല്ലേ. സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ ഈ ജഡവും ജീവനും വ്യത്യാസമുണ്ടോ? ശരീരമെന്തോ അതും ജഡം തന്നെയല്ലേ, ഒരു തരത്തിലുള്ള ബോധമുള്ള ജഡം, ബോധമില്ലാത്ത ജഡം ഇത് അരച്ച് കലക്കി കഷായമാക്കി കുടിച്ചാലോ ശരീരമായി മാറും. അപ്പോൾ ഈ പ്രകൃതി കാണപ്പെടുന്ന എല്ലാം പരസ്പരം കറങ്ങിക്കൊണ്ടിരിക്കുക ഇല്ലേ, സൈക്കിളായിക്കൊണ്ടിരിക്കുക. ജഡവും ചൈതന്യവും രണ്ടല്ല. സൂക്ഷ്മത്തിലേക്ക് പോയാൽ സെല്ലുകളാണല്ലോ ശരീരം, മനസ്സോ വിചാരത്തിൻ്റെ തരംഗങ്ങൾ. ഇതിൻ്റെയൊക്കെ സൂക്ഷ്മഭാവത്തിൽ പോയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഊർജം മാത്രമേ ഉള്ളൂ അല്ലേ. ഊർജം, ആ ഊർജം എങ്ങനെ ഉണ്ടാകുന്നു? അണുവിൻ്റെ വിസ്ഫോടനം കൊണ്ടുണ്ടാകുന്നു അല്ലേ. ചേരുമ്പോൾ അതിന് അണു, അതിൽ ജീവൻ മുളയ്ക്കുമ്പോൾ അത് സെല്ലായി അല്ലേ, കോശങ്ങളായി. ഈ അണു തന്നെ വിസ്ഫോടനം നടക്കുമ്പോൾ ഊർജ്ജങ്ങളായിട്ട് പരിവർത്തനം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം മൊത്തം എന്താ? ഊർജമാണ് അല്ലേ. പ്രപഞ്ചം മൊത്തം ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെയാണ് നമ്മൾ വിശ്വമനസ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഞാനെന്നൊരു ഊർജ്ജം ഇല്ലേ, ഈ ദുഃഖിക്കുകയും സുഖിക്കുകയും ചെയ്യുന്ന ഞാൻ, അത് ഊർജ്ജം തന്നെയല്ലേ അല്ലേ. അതുകൊണ്ടാണല്ലോ ദുഃഖിക്കുകയും സുഖിക്കുകയും ഒക്കെ ചെയ്യുന്നത്, ചലിക്കുന്നു, വളരുന്നു എന്നൊക്കെ തോന്നലുണ്ടാവുന്നത് ഇല്ലേ. ആ ഞാനെന്ന വ്യക്തിബോധം അഥവാ അഹംബോധം, അഹങ്കാരം ആണല്ലോ ഞാനെന്ന വ്യക്തിയുടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഞാനെന്ന അഹങ്കാരം തന്നെയാണ്. ഞാനെന്ന അഹങ്കാരം വിശ്വ അഹങ്കാരത്തിൽ വിലയം പ്രാപിച്ചാൽ വിശ്വമായി ഞാൻ മാറും. ഇതാണ് നമ്മളിന്ന് ചെയ്ത സിദ്ധകുഞ്ചികയുടെയൊക്കെ അർത്ഥം. സയൻറ്റിഫിക് അല്ല, ശാസ്ത്രീയമാണ്. ശാസ്ത്രീയം എന്ന് വെച്ചാൽ അനുഭവ പരിചയമുള്ള കാര്യങ്ങളാണ്. അനേക തലമുറകളായി ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞിട്ടുള്ള രഹസ്യമാണിത്. ഞാനെന്ന വ്യക്തിക്ക് സന്തോഷം വേണം, സുഖം വേണം, എല്ലാം വേണം ഇല്ലേ. വിദ്യ വേണം. വിദ്യ എന്ന് വെച്ചാൽ എന്താ? അറിവ് അല്ലേ. ലോകത്ത് ജീവിക്കാനും ലോകത്ത് ക്രയവിക്രയം ചെയ്യാനും ഒക്കെയുള്ള അറിവ് വേണം. വിദ്യ മാത്രം മതിയോ? വിത്തം വേണ്ടേ? എന്താ വിത്തം? ധനം വേണ്ടേ? അപ്പോൾ വിദ്യയും വിത്തവും രണ്ട് കയ്യിലിരിക്കുക. ആരുടെ? മഹാകാളിയുടെ, മഹാദേവിയുടെ. വിദ്യ വേണോ വിത്തം വേണോ? നമ്മുടെ തെന്നാൽ രാമനോട് കഥ അറിയാമായിരിക്കുമല്ലോ അല്ലേ. ചോദിച്ചു, ഈ ഒന്നിൽ വിദ്യയാണ്, ഒരു പാത്രത്തിൽ വിദ്യയുണ്ട്. ഒരു പായസം കഴിച്ചാൽ വിദ്യ കിട്ടും, മറ്റു പായസം കഴിച്ചാൽ വിത്തം, ധനം കിട്ടും. ഏത് വേണമെന്ന് ചോദിച്ചു. അപ്പം രാമൻ പറഞ്ഞു, രുചിച്ച് നോക്കാതെ ഞാനെങ്ങനെ അറിയുക? ബുദ്ധിമാനായ രാമൻ പറഞ്ഞു, രുചിച്ച് നോക്കട്ടെ. ശരി. ആദ്യം രണ്ട് പാത്രം കയ്യിലെടുത്തു. ഒരു വലി 1, ഒരു വലി 2, തീർന്നു. ദേവിക്ക്, മഹാകാളിക്ക് മഹാകോപം വന്നു. എന്താ കാണിച്ചത്? ഒന്നേ പാടുള്ളൂ. രാമൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കുക, നീ എൻ്റെ അമ്മയല്ലേ, ക്ഷമിക്കുക. വിദ്യയുണ്ട് വിത്തമില്ലെങ്കിൽ ദരിദ്രവാസിയായിട്ട് ജീവിക്കാനിടയാവും. ധനമുണ്ട് വിത്തമുണ്ട്, വിദ്യയില്ലെങ്കിലോ മണമില്ലാത്ത പൂ പോലെ ജീവിക്കാൻ ഒരു രസം ഉണ്ടാവില്ല അപ്പോഴും. അതുകൊണ്ട് രണ്ടും വേണം അമ്മേ, ക്ഷമിച്ചേരെന്ന് പറഞ്ഞു. ഉള്ള ലോജിക്കല്ലേ, ശരിയല്ലേ. അപ്പം നമ്മുടെ ഈ മന്ത്രങ്ങൾ നോക്കാം. ഓം ബ്രഹ്മവാചകം, പരമബോധസ്വരൂപമായ പരമേശ്വരൻ.
ഐം മഹാ സരസ്വതി, ഹ്രീം മഹാലക്ഷ്മി. അതിനെ ആര് വഹിച്ചുകൊണ്ട് നിൽക്കുന്നു? ക്ലീങ്കാരിയായ ഭൂമിസ്വരൂപിയായ പ്രപഞ്ചസ്വരൂപമായ മഹാകാളി ചമുണ്ടേശ്വരി. ഇത് ഒരു വിശ്വസങ്കല്പമാണ്. സങ്കല്പം എന്ന് വെച്ചാൽ ഇല്ലാത്തതെന്നല്ല, ഇതെല്ലാം നമ്മളെല്ലാം ഓരോ സങ്കല്പങ്ങളാണ്, നമ്മളെല്ലാം വിചാരങ്ങളാണ്. നമ്മുടെ വിചാരങ്ങളാണ് നമുക്ക് സുഖവും ദുഃഖമൊക്കെ ഉണ്ടാക്കുന്നത്, ഇല്ലേ? ദുഃഖം വരുമ്പോൾ ദുഃഖ വിചാരങ്ങൾ കാണാം, ഇല്ലേ? അതോ ദുഃഖ വിചാരം ഉള്ളതുകൊണ്ട് ദുഃഖം വരുന്നതാണോ? ഇനി സുഖമോ സൗഖ്യം ഉണ്ടാകുമ്പോഴോ സുഖമുള്ള വിചാരങ്ങളും കാണാം. ഇനി സുഖത്തെ ഉപേക്ഷിച്ച് ദുഃഖത്തെ മാത്രമായിട്ടോ ദുഃഖത്തെ മാത്രമായിട്ടോ സുഖത്തെ മാത്രമായിട്ടോ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നതല്ലല്ലോ, മാറിക്കൊണ്ടേയിരിക്കും. അതിനാണ് നാഡികൾ, ഇടാനാഡി പിങ്കള നാഡികൾ ചലിക്കുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിൽ വിവിധങ്ങളായ വിചാരങ്ങളുണ്ടാകുന്നു. ആ വിചാരം ഉണ്ടാകുമ്പോൾ വിശ്വത്തിൽ നിന്ന് ധാരാളം അത്തരം വിചാരങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ, ഈ വിശ്വം മുഴുവൻ ഒരു വിചാര പദ്ധതിയാണ്. ഇതെല്ലാം ഒരു വിചാരങ്ങളാണ്. ശബ്ദം എന്ന് വിളിക്കും എന്നെ. ശബ്ദബ്രഹ്മം എന്ന് കേട്ടില്ലേ? ശബ്ദം എന്ന് വെച്ചാൽ എന്താ? സ്വരം അല്ലേ? ഈ കാണുന്ന ഈ പറഞ്ഞ തരംഗങ്ങൾ, മുമ്പേ പറഞ്ഞ തരംഗങ്ങളുടെ സ്പന്ദമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. പ്രപഞ്ചം മുഴുവൻ ഒരു ചലനമാണ്. അത് സ്പന്ദമായും വേവ്, ലഹർ, എന്താ പറയുക, തിരകളായും ഒക്കെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. തിരകളായി കാണുമ്പോൾ അതിനെ സർപ്പം എന്ന് വിളിക്കും, സ്പന്ദമായി കാണുമ്പോൾ അതിനെ ഓം എന്ന് വിളിക്കും. ആ സർപ്പജാലങ്ങളാണ് മനസ്സായി, വിചാരമായി, പ്രപഞ്ചമായി കാണപ്പെടുന്ന നമ്മുടെ ജീവിതത്തെ സമസ്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഇനി സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വിദ്യ. അതിലൂടെ നമുക്ക് തത്വജ്ഞാനം ലഭിക്കും. തത്വജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? എങ്ങനെയാണ് ഈ പ്രപഞ്ചം, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, ഈ സമസ്ത ഗ്രഹനക്ഷത്രാദികളൊക്കെ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അറിവ് സൂക്ഷ്മമായി നമുക്ക് ലഭിക്കും. ആ അറിവ് ലഭിച്ചാലോ നേരിട്ട് നമുക്ക് അനുഭവിക്കാമല്ലോ. അപ്പോൾ ഈ അറിവ് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ടെസ്റ്റ് ട്യൂബുകളോ ലബോറട്ടറീസോ ഒന്നും ആവശ്യമില്ല. സോ യു ഓൾ ബിക്കം യുവർ ഓൺ സയൻറ്റിസ്റ്റ്, അല്ലേ? നമ്മൾ സ്വയം ശാസ്ത്രജ്ഞനാവും. അതാണ് പ്രാചീനമായ പദ്ധതി. നമ്മുടെ ജീവിക്കാനുള്ള അറിവുകൾ, നമുക്ക് ഈ ലോകത്ത് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം ചെയ്യാനുള്ള അറിവുകൾ, ഇതൊക്കെ നമ്മൾ സ്വയം നേടേണ്ടതില്ലേ? പുസ്തകങ്ങളൊക്കെ അതിലേക്കുള്ള സപ്പോർട്ടീവ് മാത്രമേ ആവുന്നുള്ളൂ. ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്ന, പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനങ്ങളെല്ലാം നമുക്ക് അതിനുള്ള സഹയോഗം മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ ജ്ഞാനം നമ്മിൽ നിന്ന് തന്നെ നേടേണ്ടതാണ്. നമ്മളിൽ നിന്നുള്ള ജ്ഞാനത്തിന് മാത്രമേ നമ്മളെ നരിഷ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ വളർത്താൻ പറ്റുള്ളൂ. ആ മനസ്സിൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതലത്തെയാണ് ഋതംബര പ്രജ്ഞ എന്ന് വിളിക്കും. അതായത് ബുക്കിൽ നിന്നോ കേട്ടോ വായിച്ചോ ഉള്ള അറിവുകളല്ല, സ്വയം വിജ്ഞാനകോശത്തിൽ നിന്നും, വിജ്ഞാനമയ കോശത്തിൽ നിന്നും സ്വയം ആ അറിവുകൾ നമ്മളിലൂടെ പ്രവഹിക്കും. ആ അറിവുകൾ ആനന്ദപൂർണ്ണമായിരിക്കും. കാരണം അതൊക്കെ ലയം, താളബദ്ധമായിരിക്കും, ശ്രുതിബദ്ധമായിരിക്കും. അത്തരം അറിവുകൾ മാത്രമേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നുള്ളൂ. അല്ലാത്ത അറിവുകളെയൊക്കെ അജ്ഞാനത്തിൻ്റെ കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. ലോകത്ത് ജീവിക്കണ അജ്ഞാനം വേണം, കാരണം ലോകം തന്നെ അജ്ഞാനമയമാണ്. അതുകൊണ്ട് ഒന്നിനും അധ്യാത്മ എതിരല്ല. പക്ഷേ ആത്മസ്വരൂപത്തെ അറിയാനുള്ള യാത്രയിൽ നമുക്ക് കൂട്ടായിട്ടുള്ളതാണ് വിജ്ഞാനം, വിശേഷാൽ ജ്ഞാനം. ആത്മസ്വരൂപത്തിൻ്റെ പേര് തന്നെയാണ് ജ്ഞാനം. ഞാൻ എന്ന ബോധസ്വരൂപം അതുള്ളത് കൊണ്ടല്ലേ ഈ ജഡമായ ശരീരം പ്രവർത്തിക്കുന്നത്, ജഡവസ്തുക്കളായി കാണപ്പെടുന്ന സകലതും ചലിക്കുന്നത്. ഈ പ്രപഞ്ചം മൊത്തം അറിയുന്ന ആരാണ്? ഞാൻ അല്ലേ? ഈ പ്രപഞ്ചത്തിൽ മൊത്തം സാക്ഷിയായി നിൽക്കുന്ന ആരാണ്? ഞാൻ. ഞാനില്ലെങ്കിൽ പ്രപഞ്ചമുണ്ടോ? എനിക്കില്ല. മറ്റുള്ളവർക്കുണ്ടെന്ന് ഞാനെങ്ങനെ അറിയാനാ? ഈ മറ്റുള്ളവരുണ്ട് എന്നറിയണമെങ്കിൽ തന്നെ ഇന്ദ്രിയ ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ, അല്ലേ? ഒന്നുകിൽ സ്വരം കേൾക്കണം, തൊട്ടറിയണം, കണ്ടറിയണം, രുചിച്ച് നോക്കി അറിയണം, അല്ലെങ്കിൽ ഗന്ധം കൊണ്ടറിയണം. ഈ 5 വഴിയല്ലാതെ ഈ മറ്റൊരാളുണ്ട് എന്നുള്ളൊരറിവ് എനിക്ക് ഉണ്ടാവുന്നതല്ല. ഇന്ദ്രിയങ്ങളെ തന്നെ നമ്മൾ ആഴത്തിലേക്ക്, അധ്യാത്മ ആഴത്തിൽ പോകുമ്പോൾ അജ്ഞാനമായി തള്ളിക്കളയാറുണ്ട്. അപ്പോൾ പിന്നെ ഇന്ദ്രിയം കൊണ്ടുള്ള ജ്ഞാനത്തെ അധ്യാത്മത്തിൽ യാതൊരു വിലയും ഉളവാകുന്നതല്ല. അതുകൊണ്ടാണ് ലോകത്തെ നിഷേധിക്കുന്നതായിട്ട് കാണപ്പെടുന്ന ജ്ഞാനികൾ. ലോകത്തെ നിഷേധിക്കുകയല്ല, ലോകത്തെ ആസ് ഇറ്റ് ഈസ്, എങ്ങനെയാണോ ഈ ലോകം പ്രപഞ്ചം നിലനിൽക്കുന്നത് അങ്ങനെ കാണുക. നമ്മൾ വിശേഷമായിട്ടാണ് ഓരോന്നിനെയും കാണുന്നത്, അല്ലേ?
ബന്ധുക്കളെ, മിത്രങ്ങളെ, ശത്രുക്കളെ നമ്മൾ ഓരോ മുഖം മൂടിയിട്ടാണ് കാണുന്നത്. നമ്മൾ ആരെയും നേരിട്ട് കാണുന്നില്ല, ആസ് ഇറ്റ് ഈസ് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ വിചാരങ്ങൾ, രാഗദ്വേഷങ്ങൾ എപ്പോഴും നമ്മുടെ വിചാരങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയെ, നമ്മുടെ കേൾവിയെ, നമ്മുടെ ഗന്ധത്തെ, എല്ലാ ഇന്ദ്രിയങ്ങളെയും മലീമസമാക്കുന്നുണ്ട്. ഇഷ്ടം, വെറുപ്പ് രണ്ടും നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കും മനസ്സിൽ. ഇതാ മനസ്സിൻ്റെ ചലനം. ഇതിനെ വശത്താക്കിയാൽ അതിൻ്റെ പേരാണ് സമാധി. ധി സമമായി, ബുദ്ധിക്ക് സമ നിലയുറച്ചു. അപ്പോൾ നമ്മൾ പറയും ഈ കാണപ്പെടുന്നതൊക്കെ ഈശ്വരനാണ്. ഈശാവാസ്യമിതം സർവം. ദൃഷ്ടാവും, അതായത് ഞാനും ദൃശ്യവും ഈ കാണപ്പെടുന്നതും ഒന്നാണ്. ബ്രഹ്മം അഹമസ്മി, ഈ കാണപ്പെടുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ഞാനില്ലെങ്കിൽ ഇതിനൊന്നും അസ്തിത്വമേ ഇല്ല. ഇതിനൊക്കെ ജീവൻ കൊടുക്കുന്ന ആരാ? ഞാൻ. ഈ എന്നെപ്പറ്റിയുള്ള അറിവിൻ്റെ പേരാണ് അധ്യാത്മം. എന്നെപ്പറ്റിയുള്ള അറിവിൻ്റെ പേര് മാത്രം അധ്യാത്മം. ഈശ്വരനെ പറ്റി പോലും അല്ല, ലോകത്തെപ്പറ്റിയല്ല. കാരണം ഇതെല്ലാം ഞാൻ തന്നെയാവുന്നു. അവിടെ എത്തുമ്പോൾ ചുമട്ട് കൂട്ടിയിടിക്കും. നമുക്ക് ആരെങ്കിലും ചാരാൻ വേണം, ഇല്ലേ? ചാരാൻ ഇവിടെ യാതൊരു സാധ്യതയുമില്ല അധ്യാത്മത്തിൽ. അതിന് പുറത്തിറങ്ങുന്നതിന് മുമ്പ്, പുറത്തിറങ്ങിയാൽ, മനസ്സിലേക്ക് വന്നാൽ ഇതെല്ലാം ഉണ്ട്, ഇല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സകലതും ഉണ്ട്. അപ്പോൾ അതിനെ യാഥാർത്ഥ്യമെന്ന് കണ്ടുകൊള്ളുക. ഇപ്പം നമ്മളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായി കാണപ്പെടുന്നതൊക്കെ, ഇല്ലേ? സത്യജ്ഞാനം ഉണ്ടാകുന്നതിന് ഇതൊക്കെ സങ്കല്പം മാത്രമാവുമെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ചു ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഈ പ്രപഞ്ചം നിത്യവും നിരന്തരവും ഇങ്ങനെ പ്രകൃതി ഉള്ളതാണ്, ഇല്ലേ? അതാണല്ലോ നമ്മുടെ അറിവെല്ലാം. ഇല്ലാണ്ടാവുന്നേ ഇല്ല. ഉണ്ടോ? ഇല്ലാണ്ടായവന് ഇതൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ സാധാരണക്കാരന് ഇതൊക്കെ ഉള്ളതാണ്. ആത്മജ്ഞാനിക്ക് ലോകമൊക്കെ നശിച്ചെന്ന് പറയാം, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ യാഥാർത്ഥ്യ ബോധത്തിലൊന്ന് ജീവിക്കുക എന്നുള്ളതാണ് ദുഃഖത്തിനുള്ളൊരു പരിഹാരം. അല്ല, നേരിട്ട് അധ്യാത്മത്തിൽ പ്രവേശിക്കുക എന്നാൽ സാധ്യമാണ്. പക്ഷേ ഈ തന്നിരിക്കുന്ന ജോലികളൊക്കെ ചെയ്ത് ഉത്തരവാദിത്തോടെ ജീവിച്ച് അതിലേക്ക് പതിയെ പതിയെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ ശുദ്ധമായ മൗനത്തെ അവലംബിച്ച് പതുക്കെ ആത്മതത്വത്തിലേക്ക് ലയിച്ചു പോയാൽ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ പോലെ, അലിക് സ്പ്രേയുടെ പരസ്യം പോലെ ഇല്ലാണ്ടായിക്കോളും, ഇല്ലേ? സമ്പൂർണമായ മൗനം തന്നെയാണ് അസത്യം. അതുമാത്രമേ ഉള്ളൂ സത്യം. ബാക്കിയൊക്കെ യാഥാർത്ഥ്യം. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത് എന്ന് വെച്ചാൽ എന്താ? ഹരി എന്ന് വെച്ചാൽ കാണപ്പെടുന്ന പ്രകൃതിയെല്ലാം. തത്ത്, അത്. സത്ത്, അത് സത്യമാണ്. ഓം എന്ന് വെച്ചാൽ എന്താ? ഓം. ഓമേഹം, അത് ഞാനാവുന്നു. ഈ കാണപ്പെടുന്നതൊക്കെ ഞാനാവുന്നു. ഓം അയാം. ഐ ഓം. ഐ മാറിയാൽ ഓം മാത്രം അവശേഷിക്കും. ഓമൂടെ പോയാൽ കേവലം മൗനം മാത്രം. അവിടെ സ്പന്ദവും ഇല്ല, ചലനവും ഇല്ല. അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള അനുഭവവും ഇല്ല. ഉണ്ടെന്നും ഇല്ല, ഇല്ലെന്നും ഇല്ല. അത് പൂർണ്ണമായ ശാന്തി. അതാ നമ്മുടെ വീട്. എല്ലാവരും ചത്തു കഴിയുമ്പോൾ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയാറില്ലേ? പക്ഷെ പലരും ചത്താലും റെസ്റ്റ് ഇൻ പീസ് കിട്ടാറില്ല. അതുപോട്ടെ, അത് വേറെ ലോകം, തന്ത്രത്തിൻ്റെ വേറെ ലോകം. തന്ത്രം എന്നാൽ മനസ്സ്, ചലനം, പ്രകൃതി, പ്രപഞ്ചം. യോഗമെന്നാൽ കേവല ബോധം. തന്ത്രം ശ്രൈണഭാവം, യോഗം പൗരുഷഭാവം. രണ്ടുകൂടെ ചേർന്നാൽ ഒന്നുമില്ല. ജ്ഞാനപുംസം നജസ്ത്രീം നോകാരം നൈവകാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം. ആ തത്വമാണ് ഗുരുതത്വം, സമ്പൂർണത. താഴെ ഇറങ്ങുമ്പോൾ വ്യക്തിതത്വം, പ്രപഞ്ചവും വ്യക്തിയും. നമുക്കെന്താ ചെയ്യണ്ടേ? വളരെ സരളമാണ്. ഈ ബോധസത്യം തന്നെ നമ്മുടെ അച്ഛൻ, പിതാവ്, പരമേശ്വരൻ, അതായത് സദാശിവതത്വം. തന്ത്രത്തെ സംബന്ധിച്ചുള്ള സദാശിവതത്വം. ഈ പ്രകൃതി, ഈ മഹാമായ നമ്മുടെ അമ്മ. പിന്നെന്താ ബുദ്ധിമുട്ട്? ഞാനോ? അതിൻ്റെ കുട്ടി, ആനന്ദമാകുന്ന കുട്ടി. അച്ഛൻ ശാന്തി, അമ്മ പ്രേമം, ഞാൻ ആനന്ദമാകുന്ന കുട്ടി. എന്താ പ്രശ്നം? അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും, അല്ലേ? നമുക്ക് വേണമെന്നൊക്കെ കിട്ടിക്കോളും. ഇതിൽ ഉറച്ചങ്ങോട്ട് ഇരിക്കാൻ നോക്കുന്നത് തന്നെയാണ് തന്ത്രയോഗത്തിലെ സാധന. അച്ഛനെ ഗുരുവായും അമ്മയെയും ഗുരുവായിട്ട് കാണുന്നു. അമ്മയ്ക്കായിക്കൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് ഹവനം ചെയ്യുന്നു.
അച്ഛനൊന്നും ചെയ്യണ്ട. പൂജ ചെയ്യുന്ന നമ്മുടെ ഭക്തി, നമ്മുടെ ഇത് ഉറപ്പിക്കാൻ വേണ്ടി. അച്ഛനോട് ഒന്നും ചെയ്യണ്ട, അച്ഛനൊന്നും വേണ്ട. അച്ഛൻ പാവം, അഥാ പ്രേമസ്വരൂപനായ അച്ഛൻ, ശക്തിസ്വരൂപിണിയായ അമ്മ. പിന്നെന്ത് വേണം? ഏതാഗ്രഹം സാധിക്കാത്ത? ലോക ആഗ്രഹങ്ങൾ സാധിക്കുന്നൊപ്പം തന്നെ ഈ ആശയങ്ങളൊക്കെ ശാന്തിയിലേക്ക് ആവാഹനം ചെയ്ത് ഹോമം ചെയ്തുള്ളൂ. സ്വാഹ ഹും ഫട്ട് സ്വാഹ. എന്താ ഈ ഫട്ട്? അത് തന്നെ കോണ്ടത്തിൽ പറയുന്ന അണുവിസ്ഫോടനം. ഒന്നും വാരിയിടുമ്പോൾ എൻ്റെ കർമ്മങ്ങളെ, എൻ്റെ കർമ്മദോഷങ്ങളെല്ലാം പൊട്ടിച്ച് കത്തിച്ച് കളയുക. ചെയ്തു നോക്ക്, കുറേ നാൾ മനസ്സിലാവും. ഇതൊന്നും ബുദ്ധിജ്ഞാനം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പതിയെ പതിയെ ശാന്തമാകുമ്പോൾ എല്ലാം തെളിഞ്ഞു വരും. ചെയ്താൽ മതി. ഹരി ഓം. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഒരു സംശയം, ആയിക്കോട്ടെ. അറിയില്ല. ഒരു ജന്മത്തിൻ്റെ അവസാനം എടുക്കുമ്പോഴത്തേനും ആ ജന്മത്തിൽ നാം അനുഭവിച്ച സന്തോഷങ്ങളും ദുഃഖങ്ങളും തുല്യമായിരിക്കുമോ അതോ വ്യത്യാസങ്ങളുണ്ടായിരിക്കുമോ? എങ്ങനെ എനിക്ക് പറയാൻ പറ്റുക? അത് താങ്കളല്ലേ തീരുമാനിക്കണേ. അനുഭവിച്ച സന്തോഷവും ദുഃഖമൊക്കെ താങ്കൾ മുമ്പ് വന്നതനുസരിച്ചല്ലേ. ശരീരം എടുക്കുന്നതിന് മുമ്പ് താങ്കളുടെ കർമ്മങ്ങളൊക്കെ താങ്കൾ നിശ്ചയിച്ചിട്ടാണ് വരുന്നത്, എന്തൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നമുക്ക് ശാന്തമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആസ്ട്രോളജിക്കലിയൊക്കെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറൊക്കെ അറിയാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ഓൾറെഡി പ്ലാൻ വാട്ട് യു ആർ ഹിയർ സപ്പോസ് ടു ഡു ഹിയർ. അതിനെ നമുക്ക് എത്ര എളുപ്പം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഉത്സാഹത്തോടെ ചെയ്യാനാണ് കർമ്മത്തെ അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം. പുതിയതുണ്ടാക്കാതിരിക്കുക, പഴയ കത്തിച്ച് കളയുക. അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ. പുണ്യപാപങ്ങളെപ്പറ്റി അധ്യാത്മത്തിൽ ചിന്തയില്ല. കാരണം ഈ രണ്ടും മനസ്സിൻ്റെ തന്നെ കളിയാണ്. സ്വപ്നം പോലെ അനുഭവിച്ച് പെട്ടെന്ന് തീർക്കാം, അല്ലെങ്കിലോ ജീവിതത്തെ അനുഭവിച്ച് തീർക്കേണ്ടി വരും. കാരണം നമ്മുടെ മനസ്സ് അത്ര കണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക കർമ്മങ്ങളുമായിട്ട്. പതുക്കെ പതുക്കെ ഒന്ന് വിടുതൽ കൊടുത്ത്, നെയ്യും എണ്ണയൊക്കെ ഇട്ടൊന്ന് വിടുതൽ കൊടുത്തൊന്ന് മാറ്റി വെക്കുക. അല്ലാതെ എങ്ങനെയാണ് കർമ്മത്തിന് രക്ഷപ്പെടും? അത് പുണ്യവും പാപം തുല്യമാണോ ഇല്ലയോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് താങ്കളാണ് തീരുമാനിച്ചിരിക്കുന്നത്. താങ്കൾ എന്നെ സംബന്ധിച്ച് ഈശ്വരൻ തന്നെയാണ്. താങ്കളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ താങ്കളുടെ കയ്യിലാണ്. ഇപ്പോൾ ഒന്നുകിൽ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ഭക്തിയിൽ. ജ്ഞാനത്തിൽ ഞാൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ തന്നെ അതിനെല്ലാം കത്തിച്ചു തീർക്കും. ഭക്തിയിലോ ഭഗവാൻ എല്ലാം ചെയ്തോളൂ എന്നുള്ള വിശ്വാസത്തിലങ്ങ് ജീവിച്ചു പോകും. ഈ രണ്ടുകൂടെ ചേരുമ്പോൾ കുണ്ഡലിനിയായി. ജ്ഞാന ഭക്തിയുടെ സമ്പൂർണ്ണതയാണ് കുണ്ഡലിനി. തന്ത്രയോഗം എന്ന് വിളിക്കും. ഇതിനെപ്പറ്റിയൊക്കെ കർമ്മത്തെ പറ്റിയൊന്നും ആർക്കും ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല, അത്ര കോംപ്ലിക്കേറ്റഡാണ്. കാരണം ഈ ചിത്രഗുപ്തൻ ഇല്ലേ, ആരാ ഈ ചിത്രഗുപ്തൻ? ഗുപ്തമായി ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു, ഒളിഞ്ഞിരുന്ന് എപ്പോഴും ഫോട്ടോ എടുക്കുന്നവൻ ആരാ? നമ്മുടെ തന്നെ മനസാക്ഷി, അന്തരസാക്ഷി എന്നൊക്കെ പറയില്ലേ. ഈ സാക്ഷി സദാ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. യു ക്യാൻ നെവർ ചീറ്റ് ബിക്കോസ് എവറി തോട്ട് ഓഫ് യേഴ്സ് ഈസ് ബീൻ റെക്കോർഡഡ്. പറ്റിക്കാനേ പറ്റില്ല. ഓരോ നിമിഷവും ഉള്ള ചിന്തകൾ അകത്തുനിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ രക്ഷപ്പെടും പറ? നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ, ലോകത്ത് മുഴുവൻ പറ്റിക്കുക. അവനവനെ എങ്ങനെ പറ്റിക്കും? അവനവൻ്റെ കർമ്മങ്ങൾ ഓരോ സെക്കൻഡിലും ഒരു വിചാരം വന്നു, ആ വിചാരം റെക്കോർഡഡാ, പിക്ചർ ഉൾപ്പെടെയാ. പറയാറില്ലേ, ഇപ്പോൾ സയൻസും പറയാറില്ലേ, പിക്ചേഴ്സായിട്ടാണ് സ്റ്റോറി ചെയ്യുന്നതെന്നൊക്കെ. ചിന്തകൾ, വിചാരങ്ങളും വികാരങ്ങളും പിക്ചേഴ്സായിട്ട് സ്റ്റോറി ചെയ്യപ്പെടുന്നു. നമുക്ക് ചില സ്ഥലത്തിലും ചില കാര്യങ്ങൾ, ഒരു വാക്ക് കേൾക്കും പെട്ടെന്ന് ഒരു സ്ഥലമൊക്കെ ഓർമ്മ വരാറില്ലേ? ഇതെന്താ? കാരണം സ്റ്റോറി ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളും ദേജാവു, ചില സ്ഥലത്ത് ഇവിടെ ഞാൻ വന്നിട്ടുണ്ടല്ലോ, ഈ കാര്യമൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടോ, അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? എന്താ? ഇതിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയിരുന്നതാ. ഇതൊക്കെ നമ്മൾ ചെയ്തതാ, അല്ല ഇനി വരാതിരിക്കുന്നത്. ഇതൊക്കെ മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒതുക്കിയ ആ ഒരു അങ്കുഷ്ടം മാത്രമുള്ള ആത്മാവിൽ ഇതെല്ലാം നടക്കും. നമുക്ക് തോന്നുന്ന ഇതെല്ലാം വലുതാണെന്നാണ്. ഇതെല്ലാം ചുരുങ്ങിയ ഒന്നുമില്ല, ചെറിയ പ്രകാശപുഞ്ചത്തിനകത്ത് ഇതെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുക. അതുകൊണ്ടല്ലേ മൈക്രോകോസിനകത്ത് ഈ മാക്രോകോസം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ഈ മാക്രോകോസം മുഴുവൻ തപ്പി നടക്കാൻ പറ്റുമോ? മൈക്രോകോസം തപ്പി നോക്ക്, അപ്പോഴും തീരില്ല. ഒരണുവിൽ പ്രപഞ്ചം മൊത്തമുണ്ട്. വല്ലാത്ത അത്ഭുതമായത്, വല്ലാത്ത അത്ഭുതം. ആർക്കും ഇതിനെപ്പറ്റി അറിയാൻ പറ്റും? ഓരോ ബുദ്ധിയിലും ഓരോ രൂപത്തിലും ഈശ്വരൻ അവതരിച്ചിരിക്കുന്നത് അതിൻ്റെ സ്പെഷ്യാലിറ്റി ഉൾക്കൊള്ളുന്നുണ്ടാ. ദർ ഇസ് നോബഡി ഓർഡിനറി ഹിയർ. ഓർഡിനറി ആയിട്ടൊരു ഒരാളും ഇല്ല ഇവിടെ. നമ്മുടെ കയ്യിരിപ്പുണ്ട്, നമ്മളെ ഒതുക്കി വെച്ചിരിക്കുക. ഒന്ന് അഴിച്ചു വിട്, ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു വിട്, ഒന്ന് ഫ്രീ ആയി നോക്ക്, അകത്തേക്കൊന്ന് പോ, ഒന്ന് നോക്ക്, ഇറങ്ങി നോക്ക് ആരാ നീ എന്ന്. അപ്പോൾ പറയുന്ന ഉപനിഷത്ത് പറഞ്ഞ പോലെ ത്രൈലോക്യമേതത് അഖിലം തവ പാദമൂലേ.
ഈ 3 ലോകം നിൻ്റെ കാൽക്കീഴ് വരും. കാരണം നിൻ്റെ മനസ്സിലായി ത്രിഗുണാത്മികമായി പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത്. നിൻ്റെ മനസ്സിന് വിഭിന്നമായിട്ട് ഇവിടെ ഒരു ദൈവിയില്ല, നിൻ്റെ ബോധത്തിന് വിഭിന്നമായിട്ടൊരു ശിവനും ഇല്ല. അന്ധവിശ്വാസമൊന്നും വേണ്ട, കാര്യം അറിഞ്ഞ് അനുഭവിച്ച് ആനന്ദിക്കുക. അപ്പോൾ അന്ധവിശ്വാസം അല്ല, ദൃഢവിശ്വാസം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണരും. അത് മതിയാവും. നന്ദി. വിജയ്, എന്തോ ആ മുൻകൂട്ടി പ്ലാൻ എന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ എങ്ങനെ തിരിയില്ലേ? ചുമ്മാ ഇരുന്ന് നോക്കണം ശാന്തമായിട്ട്. അതിൻ്റെ പേരിലെ ധ്യാനം. കണ്ണുമടച്ച് ഇങ്ങനെ ഇരുന്നിട്ട് എവിടാ ഞാൻ, അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റില്ല. ആദ്യം ഇറങ്ങി അവിടെ പോകണം, ശ്വാസത്തേക്ക് നിന്നിച്ച് പരുവത്തെ ശാന്തമായിട്ട് അതിൻ്റെ ഇറങ്ങണം. ഡിസ്കുകൾ ഒത്തിരി ഉണ്ട്. ഇവിടെ 5 ഡിസ്കുണ്ട്, 5 ചക്രങ്ങൾ. ഓരോ ഡിസ്കിലും എത്ര ജന്മത്തെ, ഏറ്റവും മൂലത്തിലെ ഡിസ്കിൽ എത്രയോ ജന്മത്തിലെ ഗന്ധസംസ്കാരമുണ്ട്. രണ്ടാമത്തെ ഡിസ്കിൽ സ്വാദിൻ്റെ സംസ്കാരങ്ങൾ, നാഭിയിൽ കണ്ട കാഴ്ചകളുടെ സംസ്കാരങ്ങൾ, ഹൃദയത്തിൽ സ്പർശത്തിലെ സംസ്കാരങ്ങൾ, വിശുദ്ധിയിൽ സ്വരത്തിൻ്റെ സംസ്കാരങ്ങൾ. ഇത്രയും സംസ്കാരം ഈ ഹാർഡ് ഡിസ്കിലുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ഇതിൻ്റെ അകത്തുണ്ട്. അത് കാണണം. ഇവിടെ കയറണ്ടേ, ഇവിടെ ഇരുന്ന് നോക്കണ്ടേ? ആകാശത്തിന് മേളിൽ ഇരുന്ന് നോക്കിയാലേ താഴെ എന്താ നടക്കുന്നറിയോ? ഏരിയൽ വ്യൂ. അതിൻ്റെ അപ്പുറം കിടന്നാൽ പിന്നെ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് വരെ ഉള്ള കാര്യങ്ങൾ. ഇതറിയണമെങ്കിൽ ഇവിടെ ഒന്ന് കയറണ്ടേ, അല്ല അങ്ങനെ അറിയും. കാരണം ഓരോന്നിനും പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. കാരണം ഇതെല്ലാം പ്രത്യേക ഒരു അലൈൻമെൻറ്റ് വന്നാൽ മാത്രമേ ഓരോ തോട്ടും വരൂ. ഈ ചിന്തകളുടെ എല്ലാ അലൈൻമെൻറ്റ് ഈ ചക്രത്തിൻ്റെ അത്ഭുതകരമായ രീതിയിലാണ്. അതിൻ്റെ അകത്ത് ഇടയും പെങ്കിളയും കൂടി ഇങ്ങനെ പിരിഞ്ഞ് നടക്കുന്നത്. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ് ഇത്. നമ്മുടെ കമ്പ്യൂട്ടർ ഇതൊന്നും, ഇതിൻ്റെ ഒരു ചെറിയൊരു സ്ഫുരണം മാത്രമേ പറയാൻ പറ്റൂ. അത്ര സിസ്റ്റമാറ്റിക് ഇത്. ചിന്തകളൊക്കെ ഒന്ന് കാണുക, വിചാരങ്ങളൊക്കെ ഒന്ന് കാണുക, നമ്മുടെ ചലനങ്ങളെ, ശരീരത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെ ഒന്ന് കാണുക, ശ്രദ്ധിച്ച് നോക്ക്, ഇരിക്കുക. അല്ല എങ്ങനെ അറിയാനാ? ചലിച്ചാൽ ഒന്നും അറിയാൻ പറ്റില്ല. ചലിച്ചാൽ അടുത്ത ആ ചലനം പുതിയ പുതിയ ചലനങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിശ്ചലമാകാൻ ശ്രമിക്കുക. പതുക്കെ പതുക്കെ ഒരു കലക്കവെള്ളമുള്ള ഗ്ലാസ്സില്ലേ, അതവിടെ എടുത്ത് വെച്ചാൽ പോരെ, പതിയെ എല്ലാം സെറ്റിലാവത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ സെറ്റിലാവും. അപ്പോൾ കാണാൻ പറ്റും പാസ്റ്റും ഫ്യൂച്ചറും. പ്രസൻറ്റിൽ പക്ഷേ ജീവിക്കണം. നമ്മളെ ശ്വാസം ഇല്ലാത്ത ചിന്ത ഉണ്ടാവില്ലേ? ചലിച്ചാൽ ചിന്ത ഉണ്ടാവും അല്ലേ? ശ്വാസം ചലിച്ചാൽ ചിന്ത ഉണ്ടാവും. അപ്പം അത് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ? പറ്റും. കുറച്ച് കൊണ്ടുവരാമെന്ന് മാത്രമല്ല, സ്റ്റില്ലാക്കാൻ പറ്റും, നിശ്ചലമാക്കാൻ പറ്റും. ശ്വാസത്തെ നിശ്ചലമാക്കുമ്പോഴാണ് ധ്യാനം ഉണ്ടാവുന്നത്. ധ്യാനം ഉണ്ടാക്കുകയല്ലോ, ധ്യാനം ഉള്ളതല്ലേ. നിശ്ചലമാക്കാനുള്ള ശ്രമം നമുക്ക് പറ്റും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. നമുക്ക് പ്രാക്ടീസ് വഴിയും അഭ്യാസം കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റും. ആ അഭ്യാസം നമ്മൾ പഠിപ്പിച്ച ധ്യാനം തന്നെ നമ്മൾ അന്ന് പഠിച്ച ഒരു സത്സംഗത്തിൽ പറഞ്ഞ ധ്യാനമില്ലേ, അതൊക്കെ അതിൻ്റെയൊക്കെ സ്ഫുരണങ്ങളല്ലേ. അങ്ങനെ അങ്ങ് നോക്കൂ. പഠിപ്പിക്കുന്നതിനേക്കാളേറെ അനുഭവിക്കുക എന്നാണ് പറയുക. അതിന് പഠിപ്പിക്കുമ്പോൾ അത് ആചാര്യനാ, ഗുരുതത്വമല്ല. ഗുരുതത്വം നിശ്ചലതത്വമാണ്. അതിൽ നിന്ന് അനുഭവിക്കുക. വ്യത്യാസം മനസ്സിലായില്ല? നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. കാരണം താങ്കൾ ഓൾറെഡി ഈശ്വരനാണ്. ആക്കാൻ പറ്റില്ല. ആണ് അല്ലാത്ത കുറേ കാര്യങ്ങൾ ഇരിപ്പില്ലേ. ഞാൻ അങ്ങനെ അല്ല എന്ന് വിചാരിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് ഒതുങ്ങി കൊടുക്കുക. പാവം കൊച്ചു കൊച്ചിന് കാണും, ഇത്രയും നീളമുള്ള മനുഷ്യൻ. ഒന്ന് സൈഡിലേക്ക് ആ അതാ അവിടെ കൂടെ നോക്കുന്നു, താൻ അവിടെ അപ്പുറം കൂടെ നോക്കും. മനസ്സിലായോ? പുതിയതായിട്ട് ഈശ്വരനെ നമ്മൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. ധ്യാനം ചെയ്യാൻ പോലും സാധ്യമല്ല. ധ്യാനം നമ്മുടെ സ്വാഭാവിക സ്ഥിതിയാണ്. ധ്യാനമല്ലാത്തത് ഇല്ലാണ്ടായാൽ മതി. ധ്യാനമല്ലാത്തത് എന്താ? ഈ വിചാരങ്ങൾ. ആ വിചാരവും പ്രാണൻ്റെ ചലനവും പരസ്പരം ബന്ധപ്പെട്ടായിരിക്കുക. നമ്മൾ ശരിയല്ലാത്ത രീതിയിലുള്ള തോട്ടുകൾ ക്രിയേറ്റ് ചെയ്യും. അതനുസരിച്ചുള്ള പാറ്റേൺ മൈൻഡ് ഉണ്ടാകും. അതുകൊണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. കണ്ണൊക്കെ ഇങ്ങനെ ചലിക്കും, ചിന്തകൾ ചലിക്കും. അതിനെ പതുക്കെ 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 ഒതുക്കൊണ്ടുവരും. അതിൻ്റെ പേര് ധ്യാനാഭ്യാസം. ധ്യാനാഭ്യാസം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയാം, കുറച്ചുകൂടെ ശരിയാവും. മെഡിറ്റേഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം മെഡിറ്റേഷൻ ധ്യാനമല്ല. നമ്മൾ ശ്രമിക്കുകയല്ലേ അങ്ങനെ ആയിത്തീരാൻ. അതിന് പ്രാക്ടീസിൻ്റെ പേര് മെഡിറ്റേഷൻ എന്ന് വെക്കാം. വേറൊന്നിട്ട് കണ്ടംപ്ലേഷൻ, ചിന്തയില്ലേ, ചിന്തിക്കുക. ചിന്തിച്ച് എങ്ങനെ ഉറക്കുക, ഞാൻ ബ്രഹ്മോ ആ ബ്രഹ്മമാണ്, ഞാൻ അതാണ് ഇതാണ്.
ഞാൻ എന്തൊക്കെ അല്ല, ഞാൻ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വിചാരങ്ങൾ പതുക്കെ പതുക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ധ്യാനത്തെക്കാൾ കുറഞ്ഞ തലമാണ്. അതിനേക്കാൾ കുറഞ്ഞ തലമാണ് കോൺസെൻട്രേഷൻ. നമ്മൾ ദേവതാമൂർത്തികളോ അല്ലെങ്കിൽ ഒരു വട്ടം വരച്ച് അതിൻ്റെ കുത്തിട്ട് നോക്കുകയോ മെഴുകുതിരി വെച്ച് നോക്കുകയോ നെയ്വിളക്കെ നോക്കുകയോ പിന്നെ താടകാദി അഭ്യാസങ്ങളിലെ കോൺസെൻട്രേഷൻ, അത് മനസ്സിനെ ചുരുക്കിക്കൊണ്ടുവരിക ഒരു പ്രത്യേക പോയിന്റിലേക്ക്. സിദ്ധികൾക്കൊക്കെ വേണ്ടത് ത്രാടകമാണ്. കണ്ടംപ്ലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സ് വിചാരങ്ങൾ കൊണ്ട് ശുദ്ധ വിചാരങ്ങൾ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ശുദ്ധമായ വിചാരങ്ങളെ കൊണ്ടുവരാനാണ് ഈ കണ്ടംപ്ലേഷൻ. വിചിന്തനം ചെയ്യുക. ആത്മാവിനെ പറ്റി ആർക്കും ചിന്തിക്കാൻ പറ്റുമോ? പക്ഷേ നിരന്തരം അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിയെ മനസ്സ് പ്രസന്നമാവും, പ്രഫുല്ലമാവും, പതിയെ ധ്യാനത്തിലേക്ക് കിടക്കും. അതിനുള്ള സ്പെസിഫിക് പ്രാക്ടീസ് നമ്മൾ മെഡിറ്റേഷൻ വിളിക്കും. പക്ഷെ ധ്യാനം സ്വാഭാവികമായ ആത്മാവിൻ്റെ അവസ്ഥയാണ്, നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. അതാണ് താങ്കൾ. അതിലേക്ക് ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് നമ്മൾ ദൂരെ പോകും. ഞാനെന്ന വ്യക്തിയില്ലേ, ഇത് അടുത്തല്ലേ ഇരിക്കുന്നത്, ഇപ്പോൾ ഒന്നും കാണാൻ മേല, ഞാൻ ഇതായിരിക്കുക. പതുക്കെ 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 ദൂരെ പോകുമ്പോൾ കണ്ടു തുടങ്ങും, ആഹാ എൻ്റെ അകത്ത് ഇത്രയും ചിന്തകളും ഇത്രയും വിചാരങ്ങളാണ്. അപ്പോൾ നമ്മളിലേക്ക് നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ നമുക്ക് കാണാം, പതുക്കെ കാണാൻ തുടങ്ങും. നമ്മൾ പ്രസൻറ്റ് ലിവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായി തുടങ്ങും. സ്വാഭാവികമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ എന്ന് പറയില്ലേ, നമുക്കതുണ്ടായിട്ട് തുടങ്ങും. നമുക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് പോകേണ്ടത്. അതുവരെ ഒന്നും പിടികിട്ടത്തില്ല, കൺഫ്യൂസ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യും, കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. കൂടുതൽ ധ്യാനം ചെയ്യും, കൂടുതൽ പ്രാണായാമം ചെയ്യും, കൂടുതൽ യോഗാസനം ചെയ്യും, കുറേ വേറെ ഏതാണ്ടൊക്കെ ചെയ്യും. എത്ര കണ്ട് ചെയ്യുന്നു അത്ര കണ്ട് കൺഫ്യൂഷൻ. ഇതാണല്ലോ അനുഭവം. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാതിരിക്കാൻ പറയും. ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ചെയ്യിക്കുന്ന പോലെ ചെയ്യാൻ പറയും. എങ്ങനെയാണോ പ്രകൃതി നമ്മൾ നടത്തുന്നത് അങ്ങനെ നടന്നുകൊള്ളുക. പ്രസന്നത, ശാന്തി, ആനന്ദം, പ്രേമം, കരുണ തുടങ്ങിയൊക്കെ അഭ്യസിക്കുക. മനസ്സിനെ ശരീരത്തേക്ക് ശുദ്ധമാക്കി വെക്കാൻ, ശുദ്ധ വിചാരങ്ങളെക്കൊണ്ട് നിറയ്ക്കാൻ നോക്കുക. നല്ല ആരോഗ്യവാനായിരിക്കുക. വാതപിത്ത കഫങ്ങളെ സമനിസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാനുള്ള ആഹാര വിഹാര പദ്ധതികൾ അനുഷ്ഠിക്കുക. അവനവനും മറ്റുള്ളവരോടും എങ്ങനെ പെരുമാറണോ അതിനുള്ള ചില കോഡ്സ് ആൻഡ് കണ്ടക്ട് ഉണ്ട്, നിയമങ്ങളുണ്ട്. അതനുസരിച്ച് ജീവിക്കുക. പ്രസന്നമായി ശുദ്ധമായൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ പേരാണ് യോഗാഭ്യാസം. അല്ല തലകുത്തി നിൽക്കലും കാല് വലിച്ചു നീട്ടലും ഇതൊന്നും അല്ല. യമനിയമാദികളാണ് മുമ്പ് പറഞ്ഞത്. അതിനെ ശീലിച്ചു തുടങ്ങുമ്പോൾ പതിയെ ആസനം സിദ്ധമാകും. ആസനം സിദ്ധമാണെന്ന് വെച്ചാൽ മനസ്സ് ഒരു വസ്തുവിൽ ഉറയ്ക്കും. പതുക്കെ പതുക്കെ പ്രാണായാമം, ധാരണ, ധ്യാന, സമാധികളിലേക്ക് കിടക്കും. അങ്ങനെ അനേകം സമാധികൾ ഉണ്ടായി കഴിയുമ്പോൾ പതുക്കെ ചിത്തം ഒതുങ്ങും. നിർവികൽപ്പ സമാധിയിലേക്ക് അലിഞ്ഞു വരും. വികല്പങ്ങളില്ല, അതോടെ സ്ഥിരമായി നിൽക്കും. അവസ്ഥ വരെ അഭ്യസിച്ചുകൊള്ളുക. മറ്റ് വിഷയങ്ങളോട് വിരക്തി ഉണ്ടാക്കിക്കൊള്ളുക. ഇതേ ഉള്ളൂ വഴി. ഗുരുജി, ഓൾറെഡി പ്ലാൻഡ് ആണെന്ന് പറയുന്നതും ഈ മൾട്ടിപ്പിൾ റിയാലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നതും തമ്മിൽ എന്താ കോൺട്രഡിക്ഷൻ? അല്ല, ഒരുപാട് റിയാലിറ്റീസ് താങ്കളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. അധ്യാത്മത്തിൽ വരുമ്പോൾ അവനവൻ്റെ കാര്യം നോക്കണ്ടേ. ഇവിടെ പലതും ഉണ്ട് ഇല്ലേ? ഈ എത്ര റേഡിയോ തരംഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചറിയാം ഇല്ലേ? ഇലക്ട്രോണിക് എഞ്ചിനീയറെ എത്ര FM മോഡുലേഷൻസ് ഉണ്ടാവും ഇല്ലേ? വേവ്സ് ഉണ്ടാവും. എത്ര മൊബൈൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ, ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ നമുക്കറിയാവുന്ന, നമ്മൾ ഇന്ന് വരെ ഫ്രീക്വൻസിയൊക്കെ കണക്ട് അറിയാത്ത എത്ര കോടി ഫ്രീക്വൻസി ഉണ്ട് നമുക്കറിയുമോ? എത്ര ഊർജ്ജങ്ങൾ സാത്വികമായിട്ടും താമസികമായിട്ടും രാജസികമായിട്ടുള്ള പല മനസ്സുകൾ ഇവിടെ ഇല്ലേ? ഈ ഊർജ്ജ പ്രപഞ്ചത്തിൽ എന്തൊക്കെയില്ല, എന്തില്ല? ശൂന്യാകാശം എന്ന് പറഞ്ഞ വസ്തു ഉണ്ടോ? ഊർജ്ജങ്ങളല്ലേ അവിടെ നിറഞ്ഞിരിക്കുന്നത്. ഊർജ്ജം സർവത്ര പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഊർജ്ജത്തെ നമ്മൾ പറയുന്നത് ശൂന്യമാണ്. ശൂന്യമായിട്ട് ഇവിടെ വല്ലതും ഉണ്ടോ ഈ തലത്ത് നോക്കിയാൽ? ഇല്ലല്ലോ. എന്നെ സംബന്ധിച്ച് പല മൾട്ടിപ്പിൾ റിയാലിറ്റീസ് ഉണ്ടെങ്കിൽ എനിക്കെന്നെ എടുക്കാനാ? ഇതൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. പക്ഷേ ഞാൻ എന്നെ അറിയാത്ത കാലത്തോളം ഇതൊക്കെ എങ്ങനെ വേർതിരിച്ചറിയും? നമ്മൾ നിലത്ത് നിൽക്കണ്ടേ, നിലത്തുറച്ച് നിൽക്കണ്ടേ, സ്ട്രോങ് ആയിരിക്കണ്ടേ? അല്ലേ എങ്ങനെ എനിക്ക് വേറൊരാളെ രക്ഷിക്കാൻ പറ്റും? നമ്മളാണ് എല്ലാവരും രക്ഷിക്കാൻ നോക്കുക, എല്ലാവരും ഉപദേശിക്കാൻ നോക്കുക. നമുക്ക് സ്വയം ഒന്നും അറിഞ്ഞുകൂടാ. ആദ്യം സ്വന്തം കാലം ഉറച്ചു നിൽക്കൂ. അപ്പോൾ ആരെ ഉപദേശിക്കാൻ ഇല്ലെന്ന് മനസ്സിലാവും. കാരണം എവരി വൺ ഈസ് പെർഫെക്റ്റ്. എല്ലാവരും അവരുടെ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്ത് ഇങ്ങനെ ദുഃഖിച്ച് സൂഹിക്കുക.
സൂക്ഷിച്ച് നോക്കിയറിയാം, അവർക്ക് അതിൽ നിന്ന് വിടാൻ താല്പര്യമില്ല. അതുകൊണ്ട് മൾട്ടിപ്പിൾ റിയാലിറ്റിയെ പറ്റി ഒന്നും നമ്മൾ അറിയാവേണ്ട കാര്യമില്ല. നമ്മുടെ റിയാലിറ്റി, ഇത് നമ്മുടെ പ്രശ്നമാണ്. ഈ സ്വാർത്ഥത വേണം അധ്യാത്മത്തിന്. കാരണം മഹാസ്വാർത്ഥന്മാരാണല്ലോ സന്യാസിമാരാകുന്നത്, അല്ലേ? അല്ലേ? അല്ലെന്ന് തോന്നുന്നുണ്ടോ?